ഗൈസ് കാട്ടാള മൂവി റിവ്യൂ പറയാം. എനിക്ക് തോന്നിയ കാര്യം ഇനിഷ്യലി ഫസ്റ്റ് ഹാഫിൽ കത്തി തുടങ്ങിയ ഒരു തീ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ അങ്ങ് ആളിപ്പടർന്ന ഒരു കാട്ടുതീ പോലെ കത്തി പടർന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ശരിക്കും 2-3 ആൾക്കാരെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. ഒന്നാമത്തെ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദാണ്. പുള്ളിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും, നമുക്കൊരു ഒരു സംഭവം വരുമല്ലോ. അങ്ങനെ രണ്ടാമത്തെ കാര്യം രവി ബസ്റൂറിൻ്റെ സൗണ്ട് ട്രാക്കാണ്. പുള്ളിയുടെ മ്യൂസിക്കും BGM ഈ സിനിമ ഇനി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോലും മ്യൂസിക്കിനൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് പുള്ളി അത് ചെയ്ത് വെച്ചേക്കുന്നത്. പ്രധാനമായിട്ട് ഇതിൻ്റെ കാസ്റ്റിംഗ് ഭയങ്കര രസമായിരുന്നു. കുറേ ആൾക്കാർക്ക് അത്യാവശ്യം നല്ല റോൾസ് ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു KGF ലെവൽ സംഭവങ്ങൾ ഇങ്ങനെ തോന്നിക്കൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ. അങ്ങനെ ഒരു സംഭവമാണ്. ഇനി പെപ്പയുടെ പഞ്ച് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം പുള്ളി സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ഒരു ഇടി ഇടിക്കുന്നുണ്ട്. അതൊരു 1.5 പഞ്ചാണ്. അതൊരു കിണ്ടൽ ഇടി എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അതാണ്. ആരും തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്യരുത്. ഇതൊക്കെ OTT വന്നിട്ട് കാണാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇതിനകത്ത് ട്വിസ്റ്റ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, ക്യാമിയോസ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പുള്ളിയുടെ നെക്സ്റ്റ് പടം അനൗൺസ്മെൻറ്റ് വരെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് അവസാനം ഏറ്റവും ലാസ്റ്റ് മാത്രം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരിക. അത്രേ പറയാനുള്ളൂ. കൂടുതൽ നിങ്ങൾ പോയി കണ്ടിട്ട് തീരുമാനിച്ചു.